പ്രവാസികൾക്കും ഉത്സവകാലമാണ്. ചേരുംപടി ചേർത്ത് അറബ് മണ്ണിൽ അവരും ഓണം കൊണ്ടാടുന്നു. ഒന്നിനും ഒരു കുറവ് വരരുതെന്നുണ്ട് പ്രവാസികൾക്ക്. മാവേലിയുടെ സജീവ സാന്നിധ്യം എല്ലാ ഓണാഘോഷങ്ങളിലും അവർ ഉറപ്പാക്കുന്നു. ചിങ്ങം കഴിഞ്ഞ് കന്നി പിറന്നു, ഓണം കഴിഞ്ഞു. എന്നാലും പ്രവാസ ലോകത്ത് മാവേലിയുടെ വിശേഷങ്ങൾ തീരുന്നില്ല. ഇപ്പോഴും വാരാന്ത്യങ്ങളിൽ പ്രജകൾക്കൊപ്പം വരുന്ന ആഹാരം കഴിച്ച് സന്തോഷിച്ച് ഓണം ആഘോഷിക്കുന്നു. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ പഴയ രാജാവിന്റെ ഓർമ്മ പുതുക്കലിനെ അറബികൾ പോലും താൽപര്യപൂർവ്വമാണിപ്പോൾ നോക്കിക്കാണുന്നത്. പ്രവാസി ലോകത്ത് മാവേലി വേഷം കിട്ടുന്ന ഈ മനുഷ്യർ, അവരുടെ അനുഭവങ്ങൾ, പിന്നെ ഓണസ്മരണകളുമായി ഇന്നത്തെ ടീ ടോക്ക്. ഓണനാളിൽ മാവേലി വിസിറ്റ് വിസയിൽ. കം ലെറ്റ്സ് ചാറ്റ് ഓൺ സാൻഫോർഡ് ടീ ടോക്ക്. ഇറ്റ്സ് മീ ക്രിസ് വിത്ത് യു. ഇന്ന് ടീ ടോക്കിൽ നമ്മോടൊപ്പം പ്രഭാവർമ്മ, കവി, പത്രപ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ പ്രശസ്തൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവിതാ സമാഹാരമായ അർക്കപൂർണിമ ഉൾപ്പെടെ നിരവധി കവിതകളും യാത്രാ വിവരണങ്ങളും പ്രഭാവർമ്മയുടേതായിട്ടുണ്ട്. ജോൺ ജേക്കബ് തോമസ്, കൊല്ലം സ്വദേശിയായ ജോൺ 14 വർഷമായി UAE AAA ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഹെഡ് ഓഫ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായി ജോലി നോക്കുന്നു. പ്രവാസികൾക്ക് ഓണനാളുകളിൽ അനുഗ്രഹമേകി കഴിഞ്ഞ 3 വർഷമായി മാവേലിയായി വേഷമിടുന്നു. പ്രിൻസ് കുഞ്ഞുകുഞ്ഞ്, കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ പ്രിൻസ് 13 വർഷമായി UAE എമിറേറ്റ്സ് ടെക്നോപാക് കമ്പനിയിൽ ഫിനാൻസ് മാനേജറായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷമായി പ്രവാസികൾക്ക് മാവേലിയുടെ അനുഗ്രഹം നേരുന്നു. ശ്രീകുമാർ, തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി, 23 വർഷമായി UAE സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷമായി മാവേലിയായി ശ്രീകുമാർ ഓണാഘോഷങ്ങളിൽ സജീവം. ഇന്ന് നമ്മളോടൊപ്പം ഒന്നല്ല 3 മാവേലിയാണുള്ളത്. കവി പ്രഭാവർമ്മ, ഇത് നമ്മുടെ മനസ്സിൽ നൽകുന്ന ചിത്രത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതായത് 3 മാവേലി, അതും മാവേലിയുടെ വ്യത്യസ്ത രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രൗഢഗംഭീരമായ ഒരു കടന്നുപോയ ഒരു കാലത്തിൻ്റെ ഓർമ്മ നമുക്ക് നൽകുന്നു. ഇവരോട് പറയാനുള്ളത് എന്തായിരിക്കും? ഈ മാവേലിയുടെ സങ്കല്പം നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ഇവരോട് എന്തായിരിക്കും പറയാനുള്ളത്? ഇവർ നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ സൂചിപ്പിച്ചു, ഇങ്ങനെ ഈ മഹാബലിയുടെ വേഷം കെട്ടി നിൽക്കുന്നതിനോട് വിയോജിക്കുന്ന ചില ആളുകളുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ആ വിധത്തിലുള്ളൊരു അപകർഷതാബോധം നമുക്കുണ്ടാവേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. നമുക്ക് നമ്മുടെ സങ്കല്പങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഏത് വിധത്തിലുള്ള അപകർഷതാബോധം ഉണ്ടാവാനില്ല. മലയാളിയുടെ സഹജ സ്വഭാവമാണ് ഈ അപകർഷതാബോധം. നമ്മളെന്തോ ഒരു മോശക്കാരാണ് എന്നുള്ളൊരു ചിന്ത. ബ്രിട്ടീഷുകാരെങ്ങനെയാണ് പറയുക അവരുടെ രാജ്യത്തെക്കുറിച്ച്? അവർ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയും. മലയാളി എന്താ പറയുക? നമ്മുടെ കൊച്ചു കേരളം, നമ്മുടെ ഈ ചെറിയ ഭാഷ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിൻവാങ്ങി നിൽക്കുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ മൂർത്തിഭാവമായി മാറുന്നുണ്ട് പലരും. അങ്ങനെ മാറാതെ ഇരിക്കാനുള്ള വലിയൊരു സന്ദേശം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഈ വേഷമണിഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിലെ ഒരു വേഷമാണ് അണിയുന്നത്. നിങ്ങൾ കാലം ഏത് ദിക്കിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് സത്യത്തിൽ നൽകുന്നത്. ഈ വിധത്തിൽ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു നല്ല കാലത്തെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ സമൂഹത്തിന് വളരെയേറെ ആവശ്യമാണ്. താനും നമ്മുടെ സംസ്കാരം നമുക്ക് കൈവിട്ടു പോയാൽ ഉണ്ടാകുന്ന ആപത്തിനെക്കുറിച്ച് പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുന്നതിന് പോലും ഇവരുടെ ഈ സാന്നിധ്യം സഹായിക്കുമെന്നാണ് തോന്നുന്നത്. സച്ചിദാനന്ദ വാത്സ്യായൻ ഒഴികെ പറഞ്ഞിട്ടുണ്ട്, വെൻ എ പീപ്പിൾ ഡു നോട്ട് വാണ്ട് ദെയർ കൾച്ചർ ദ നേഷൻ ഡൈസ്. ഒരു ജനതയ്ക്ക് അതിൻ്റെ സംസ്കാരം ആവശ്യമില്ലാതായി തീരുന്നത് എപ്പോഴാണോ അപ്പോൾ ആ രാഷ്ട്രം മരിക്കുന്നു. ഇപ്പോൾ ഹെറോക്ലീറ്റസിനെ പോലെ, സോക്രട്ടീസിനെ പോലെയുള്ള മഹാമനീഷികൾ കാവൽ നിന്ന് അതിമഹത്തായ സംസ്കാരങ്ങൾ പോലും അങ്ങനെ തകർന്നടിയുന്നത് നമ്മൾ കണ്ടു. ഒരു ജനതയ്ക്ക് സംസ്കാരം ആവശ്യമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആ രാഷ്ട്രം തന്നെ തകർന്നടിയും. അങ്ങനെ തകർന്നടിയരുത് നമ്മുടെ രാഷ്ട്രം, അങ്ങനെ തകർന്നടിയരുത് നമ്മുടെ സംസ്കാരം എന്നുള്ളതിൻ്റെ വലിയൊരു പാഠമാണ് ഇവർ കേരളത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത്. പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു കുഞ്ഞ്, ആ കാലം നമുക്ക് വീണ്ടെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ കാലത്തിൻ്റെ അനന്തമായിട്ടുള്ള ശൃംഖലയിലെ ഒരു വലിയ കണ്ണി, വിലപ്പെട്ട കണ്ണിയാവുകയാണ് നിങ്ങൾ ഈ വേഷം അണിഞ്ഞ്. എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ടോ? മറ്റു മാവേലിയെ കാണുമ്പോൾ ആ മാവേലിക്ക് അത് എവിടെ നിന്നാണ് കിട്ടിയത്, അങ്ങനെയൊക്കെ ചിന്തയാണോ, അതോ ഈ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിരൂപം? സാറ് അത് മെൻഷൻ ചെയ്തപ്പോൾ ഇച്ചിരി കൂടുതൽ ആ വേഷത്തോടൊരു അഭിമാനം തോന്നുന്നുണ്ട് സത്യം. ലൈക്ക് ഒരു സത്യം അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വേഷത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയ കഥാപാത്രം.
അത് മലയാളി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആദരിച്ചിട്ടുള്ള ഒരു ചക്രവർത്തി. ഇതുപോലൊരു ചക്രവർത്തി ചരിത്രത്തിലുണ്ടായിട്ടില്ല. ആ ചക്രവർത്തിയുടെ വേഷമാണ് ഞങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുന്നത്. ആത്മാഭിമാനത്തോടുകൂടി നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും ഒക്കെ നവീകരിക്കപ്പെടുന്നത്, ശക്തിപ്പെടുന്നത് ഓണസങ്കല്പവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലൂടെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഭാഷയിൽ വേണമെങ്കിൽ ഒരു ഓണ ഡിക്ഷണറി ഉണ്ടാക്കാം. എത്രയേറെ പദങ്ങളാണുള്ളത്. ഓണസദ്യ, ഓണപ്പൂക്കൾ, ഓണപ്പൂക്കളം, ഓണവില്ല്, ഓണക്കോടി, ഓണത്തല്ല്, ഇങ്ങനെ എണ്ണി നോക്കിയാൽ ഓണം കേറാ മൂല വരെ അല്ലേ. അങ്ങനെ അന്ധകാരത്തെ ആകെ വകഞ്ഞു മാറ്റിയിട്ട് ദീപ്തമായിട്ടുള്ള ഒരു കാലത്തെ ഉണർത്തിയെടുക്കുന്നതിന് ഉള്ള വലിയൊരു പ്രത്യാശയാണ് ഇത് പകരുന്നത്. ഏത് കരിങ്കർക്കടകത്തിനും അപ്പുറത്ത് ഒരു ചിങ്ങപ്പുലരിയുണ്ട്, ഒരു പൊൻചിങ്ങപ്പുലരിയുണ്ട്, അതിൻ്റെ ഒരു തെളിച്ചമുണ്ട്. ഇപ്പോൾ ഏത് ക്രൂശമരണത്തിൻ്റെ ദുഃഖവെള്ളിക്കും അപ്പുറത്തായി ഒരു ഉയിർപ്പിൻ്റെ ഞായറുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ കർക്കിടകത്തിനപ്പുറത്തൊരു ചിങ്ങമുണ്ട്. ഇത്തരം ചില പ്രത്യാശകൾ ആണ് മലയാളിയെ എന്നല്ല മുഴുവൻ മനുഷ്യനെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇത്തരം പ്രത്യാശകളൊക്കെ കൈവിട്ടു പോയാൽ എന്താ സ്ഥിതി? നമ്മളുടെ എന്തൊരു അന്ധകാരത്തിലായിരിക്കും നമ്മൾ കഴിഞ്ഞു പോവുക. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്ന് ചോദിക്കില്ലേ? അതുപോലെ നാളെ ഒരു ചിങ്ങമുണ്ട്, നാളെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിനമുണ്ട് എന്ന ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലില്ലെങ്കിൽ നമ്മൾ ആകെ അന്ധകാരത്തിൽപ്പെട്ട് വലഞ്ഞു പോകും. നമുക്ക് അതിജീവിക്കാൻ കഴിയാതെ പോകും. അപ്പോൾ സമൂഹത്തിന് അതിജീവിക്കാൻ, നാളെയെ പ്രത്യാശയോടെ നോക്കാൻ, അതിനെ ആ പ്രത്യാശയിലേക്ക് എത്താൻ വേണ്ട കരുത്ത് ഉള്ളിൽ ആർജിക്കാൻ ഒക്കെ ഇതുപോലെയുള്ള ചില മിത്തുകൾ വേണം. അത്തരം മിത്തുകളുടെ മൂർത്തീഭാവമായി നിൽക്കുകയാണ് നിങ്ങളെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി എല്ലാ വർഷവും മഹാബലികൾ ആയി മാറട്ടെ നിങ്ങൾ 3 പേരും എന്ന് ആശംസിക്കുന്നു. മാവേലി ശ്രീകുമാറിലേക്ക് വരാം. പലപ്പോഴും ഇത്തരം വേഷം അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ ആ മഹത്വം നമ്മൾ മനസ്സിലാക്കി. ഈ വേഷം നമ്മൾ ധരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് ഓരോ സംഘടനകൾ അവരുടെ ഒരു മാവേലി എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പ്രതിഷ്ഠിക്കുന്നു. തീർച്ചയായും ഈ വേഷത്തിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ? അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. അത് നമ്മുടെ കോസ്റ്റ്യൂം ചെയ്യുന്നവർ അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പം നടന്നു പോകുമ്പോഴായിരിക്കും കിരീടം താഴെ പോകുന്നു. അത് വരാതിരിക്കാനായിട്ടുള്ള വളരെ ശ്രദ്ധാപൂർവമായിട്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായി. അവർ കൊണ്ടുവന്ന വേഷം ചെറുതായി പോയി. ഓക്കെ. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് 3 പേർക്കും ഈ കിരീടം ചേരും. ചേരാത്ത കിരീടങ്ങൾ വെക്കുമ്പോഴാണ് നായക വേഷം പോലും ബഫൂണായി മാറുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ അത് സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് 3 പേർക്കും ഏറ്റവും ചോദിച്ചത് ഈ വേഷമാണെന്നാണ് തോന്നുന്നത്. അടയ്ക്കാറ് നിങ്ങൾ ഈ വേഷത്തിൽ തന്നെ അടയ്ക്കാൻ വേണ്ടെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നു ആ ഒരു പ്രശ്നം? എന്തായിരുന്നു? അല്ല, എനിക്ക് കൊണ്ടുവന്ന കോസ്റ്റ്യൂം അത് ചെറുതായിരുന്നു. അത് മുട്ടിൻ്റെ അവിടം വരെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് മറ്റൊരു മാവേലി, വേറൊരു കോളേജിലൊരു മാവേലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ലൈക്ക് ഒരു സന്മനസ്സുള്ള മഹാബലിയായിരുന്നു. അതും പുള്ളി ഉടനെ തന്നെ ആ ഡ്രസ്സ് എനിക്ക് തന്നു. എന്നിട്ട് എൻ്റെ ഡ്രസ്സിന് ശേഷം ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഐ റിട്ടേൺ ഇറ്റ് ബാക്ക്. അപ്പം അതൊരു നല്ല, അതുകൊണ്ട് ആ സമയത്തൊരു പ്രശ്നം ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം മറ്റൊരു അനുഭവം എനിക്കുണ്ടായി. അത് ഇറ്റ് വാസ് സോ ടച്ചിങ്, നല്ലതായിരുന്നു. ഞാൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമികൾ ലാസ്റ്റ് ഇയർ, അദ്ദേഹം ദുബായിലെ എനിക്ക് തോന്നുന്നു ആ അക്കാഫിൻ്റെ ആ സ്റ്റേജിൽ വന്നപ്പം ഐ വാസ് സോ ഹാപ്പി വെൻ ഹി ഷുക്ക് മൈ ഹാൻഡ്. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വളരെ ആദരിക്കുന്നൊരു വ്യക്തിത്വം. അപ്പം അദ്ദേഹം എനിക്ക് ഷേക്ക് ഹാൻഡും ഒക്കെ തന്നു. ഒരു അനുഗ്രഹം പോലെ എന്നെ ഒരു ജസ്റ്റർ ചെയ്തപ്പോൾ എനിക്കത് വളരെ സന്തോഷമായിപ്പോയി. എന്തായിരുന്നു ക്രൈറ്റീരിയൻ? മാവേലിയായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ക്രൈറ്റീരിയൻ എന്തായിരുന്നു? അത് ആദ്യമായിട്ട് മാവേലിയായത് അത് എൻ്റെ സൈസ് തന്നെയാണ്. എങ്ങനെയായിരുന്നു പ്രിൻസ് മാവേലി? ഇല്ല, ഞാൻ ആക്ച്വലി ആദ്യം മഹാബലിയാവുന്നത് ഒരു പകരക്കാരനായിട്ടാണ്. ഒരു മഹാബലിയെ നമ്മൾ തീരുമാനിച്ച് വെച്ചിരുന്നു. ആ മഹാബലി അസൂര്യം കാരണം വന്നില്ല. അപ്പോൾ ഉടനെ പെട്ടെന്ന് ഒരാൾക്ക് വേഷം കെട്ടണം. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം പിന്നെ എല്ലാ വർഷവും ഇത് നമ്മളിൽ അവരോധിക്കപ്പെടുകയാണ്. കാരണം ഇത് ഞാൻ ചെയ്താലേ പറ്റൂ എന്നുള്ള ഒരു കമ്മിറ്റി കൂടി പാസ്സാക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ തുടർന്ന് പോവുകയാണ് ഓരോ വർഷങ്ങളിലായിട്ട്. എന്തൊക്കെയാണ് ആൾക്കാർ മാവേലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? സൗന്ദര്യമാണോ, അതോ തടിയാണോ, അതോ വയറാണോ? എല്ലാം ഒരു അവരൊക്കെ ഒരു സിംബോളിക്കാണ്. ഒരു കറുത്ത ഒരാളെ കൊണ്ട് നിർത്തി കഴിയുമ്പോഴത്തേക്കും മാവേലിയായിട്ട് വരുമ്പോഴത്തേക്കും കാഴ്ചക്കാർക്ക് അതൊരു ഇഷ്ടപ്പെടില്ല. എല്ലാവരും മിക്സ് വേണം. ഒരു രാജാവിൻ്റെതായുള്ള ഒരു ഗെറ്റപ്പ് ഉണ്ടാവണം. ഇനി വരാനിരിക്കുന്ന നന്മയെക്കുറിച്ച് നമുക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. ചെറിയൊരു ഇടവേള. വിൽ ബി ബാക്ക് വിത്ത് യു ഇൻ എ ഷോർട്ട് വൈൽ. ഇറ്റ്സ് മീ ക്രിസ് വിത്ത് യു ഓൺ സാൻഫോർഡ്.
വെൽക്കം ബാക്ക് ടു സാൻ 40 ടോക്ക്. ഇറ്റ്സ് മീ ക്രിസ് വിത്ത് യു. ഒരുപക്ഷെ പല ഫംഗ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് മാവേലി. കയ്യിൽ മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ മേക്കപ്പ് ഇളകുമോ അല്ലെങ്കിൽ കിരീടം ഇളകുമോ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അങ്ങനെയാണോ അതോ സംസാരിക്കാറില്ല? അങ്ങനെ ഒരു അവസരം തരുന്നില്ല. അല്ല നമ്മൾ ആകെ ഒരു ആശംസ പറയുന്നു എന്നല്ലാതെ അത്രമാത്രമേ സംസാരിക്കാനായിട്ടൊന്നും ഒരു സംഘടനക്കാരും ചില സംഘടനയിലൊക്കെ ഇന്ററാക്ഷൻ പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. മാവേലി കേരളത്തിൽ പോയിട്ട് വന്നതിന് ശേഷം കേരളത്തിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്, അപ്പോൾ അവിടുത്തെ ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അത് ആളുകൾക്കൊരു ചിലപ്പോൾ രസകരമാവും, അല്ലെങ്കിൽ ഒരു വിമർശനപരമായിട്ട് കാര്യങ്ങൾ നമ്മൾ നോക്കിക്കാണും. അപ്പോൾ അതൊരു കഴിഞ്ഞ ഓരോ വർഷത്തെ അതാത് സംഭവങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. പ്രിൻസ് മാവേലി ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കൂടുതലും മലയാളി സ്വന്തം നാടിനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവണതയാണ്. മാവേലിയുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള നന്മ എപ്പോഴെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഈ കേരളത്തിൽ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ബന്ദാണ്, ഹർത്താലാണ്, അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നതല്ലാതെ നന്മയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? കേരളത്തിലെ മാറ്റങ്ങൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും പറയാറുണ്ട്. പിന്നെ എപ്പോഴും മഹാബലി കമ്പയർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടമായിട്ടായിരിക്കും. മഹാബലിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ആ നന്മയെക്കുറിച്ചുള്ള ഒരു കമ്പാരിഷൻ, ഒരു ഇതായിരിക്കും തീർച്ചയായിട്ടും നടത്തുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ മനുഷ്യർ ഒത്തൊരുമയോടെ നന്മയിൽ സൗഹാർദ്ദത്തിലും ജീവിച്ചിരുന്നത്, അതുമായിട്ട് എപ്പോഴും ഒരു താരതമ്യമായിരിക്കും നമ്മൾ നടത്താറുള്ളതല്ല. ഇപ്പോൾ കൂടുതലും നാട്ടിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ, തകർന്ന റോഡുകൾ, കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, വളർന്നു വരുന്ന ക്രിമിനൽ വാസന, ഇത്തരം സംഭവങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അതിനെ വിമർശിക്കുകയും നന്മയിലേക്ക് വരാനുള്ള ആശംസകൾ വിമർശിച്ച് അവസാനിപ്പിക്കുകയല്ല, എങ്ങനെ മാറ്റം കേരളം പഴയ കേരളത്തിലേക്ക് പോകാനുള്ള പ്രത്യാശ ജനങ്ങൾക്ക് കൊടുക്കുകയും അതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം മഹാബലിയിൽ നിന്നും തീർച്ചയായിട്ടും കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ട് അവതരിപ്പിക്കാറുണ്ട്. ഇന്ന് മാവേലിക്കൊപ്പമുള്ള ഈ ഓണസങ്കല്പത്തിനെ കുറിച്ച് പറയുമ്പോൾ അല്പനേരം മുമ്പേ മാവേലി പ്രിൻസ് പറയുന്ന ഒരു കാര്യം, അതായത് നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്, പാതാളത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മാവേലി കാണുമ്പോൾ പാതാളത്തിലെ വിശേഷം ചോദിക്കുന്നത്? പണ്ടത്തെ ആ ഒരു നല്ല കാലത്തിനെ കുറിച്ച് ചോദിക്കാത്ത മലയാളിയെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മഹാബലി എന്തുകൊണ്ട് മൗനമാചരിക്കുന്നു എന്നൊരു ചോദ്യം ഇടയ്ക്ക് താങ്കൾ തന്നെ ചോദിക്കുന്നുണ്ട്. വളരെ കാം ആൻഡ് ക്വയറ്റ്, അങ്ങനെ ഒന്നും അദ്ദേഹം സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് വാക്കല്ല പ്രവൃത്തിയാണ് പ്രധാനം എന്നുള്ളൊരു സന്ദേശമായിരിക്കും അതിനുണ്ടാവുക. വളരെയേറെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൂഫ് ഓഫ് ദ പുഡിങ് ഈസ് ഇൻ ദ ഈറ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ പുഡിങ് വളരെ ഗംഭീരമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അത് ഗംഭീരമാണ് എന്ന് കഴിക്കുമ്പോൾ അറിയണം. അതാണ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവേണ്ട വലിയൊരു ഗുണവിശേഷം എന്നൊരു സന്ദേശമായിരിക്കാം അതിൽ നിന്ന് ഉണർന്നു വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യത്തെ മറ്റൊരു ആംഗിളിലൂടെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ ഈ പുതിയ കാലഘട്ടത്തിലാണെന്ന് പറയുന്നു, നമ്മളിങ്ങനെ അതിവേഗത്തിൽ പുരോഗതിയിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. എന്നാൽ ഈ ഘട്ടത്തിലൊക്കെ ഈ മാവേലി സങ്കല്പം നമ്മളോടൊപ്പം വരുന്നില്ലേ? 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിന് വഴിമാറിയ ഘട്ടത്തിൽ നമുക്ക് ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ ഉണ്ടായിരുന്ന നേട്ടങ്ങൾ നമുക്ക് തൊട്ടടയാളപ്പെടുത്താൻ പറ്റുമായിരുന്നു. തീയിൽ നിന്ന് വൈദ്യുതിയിലേക്ക് മാറി, കുതിരവണ്ടിയിൽ നിന്ന് മോട്ടോർ വാഹനത്തിലേക്ക് മാറി, അതുപോലെ സന്ദേശവാഹനയിൽ നിന്ന് നമ്മൾ ടെലിഫോണിലേക്ക് മാറി. അതൊക്കെ നമുക്ക് തൊട്ടടയാളപ്പെടുത്താം. പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെയല്ല. 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിന് മാറിയ ഘട്ടത്തിൽ ഇൻ ക്വിക്ക് സക്സഷൻ എന്ന് പറയാവുന്ന വിധത്തിൽ ഇങ്ങനെ ഓരോ അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ നിമിഷത്തിൻ്റെ അറിവിനെ അടുത്ത നിമിഷത്തെ അറിവ് പകരം വെച്ചുകൊണ്ട് പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുക. ആസ്ട്രോഫിസിക്സിൻ്റെ, ന്യൂക്ലിയർ ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ രംഗത്തും പുതിയ പുതിയ അറിവുകളുണ്ടാകും. ഈ അറിവുകളുടെ ഒരു മാസ്മര ലോകത്തിലേക്ക് മലയാളി പൊടുന്നതിനെ വലിച്ചെറിയപ്പെട്ടിട്ടും അതിൻ്റെ ഒരു വിഭ്രാമകതയിൽ അങ്ങ് ആഴ്ന്നു മുങ്ങിപ്പോകാതെ ഈ ഓണസങ്കല്പത്തെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ വരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നില്ലേ? ആ മലയാളിയുടെ ഒരു മഹത്വമില്ലേ? ആ മഹത്വത്തെയാണ് കൂടുതലായിട്ട് കാണേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. പാതാളത്തിൽ എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു പാതാളത്തെക്കുറിച്ചുള്ള ഒരു ബോധം കൂടി മലയാളിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അത് ഈ ഒരു സന്ദർഭത്തിൽ കൂടി ഓർമ്മിക്കേണ്ടതില്ല എന്നും മലയാളി കരുതുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ ചോദ്യം മഹാബലിയോട് ചോദിക്കാതിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേള. വിൽ ബി ബാക്ക് വിത്ത് യു ഇൻ എ ഷോർട്ട് വൈൽ ഓൺ സാൻ 40 ടോക്ക്.